ഹലോ ഗായ്സ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ, നമ്മുടെ പൂച്ചെടി വാഴ എന്നാണ് നമ്മൾ ഈ ചെടിക്ക് പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എപ്പോഴും ഞാൻ ഓരോന്ന് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചെടീൻ്റെ പേര് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ പറയേ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈ ചെടി ധാരാളത്തിന് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പണ്ട് അമ്മ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചേ? അതെ അല്ലേ, കൊണ്ടുവന്ന് ചെയ്യണം. ഈ ക്ലോസപ്പിൽ കാണിച്ചു തരാം, അടുത്തേക്ക് പോരെ. ഇതുകൊണ്ട് ഇതിൻ്റെ ഇല ശരിക്കും നമുക്ക് വാഴയില പോലെ തോന്നും അല്ലേ മമ്മേ? ശരിക്കും വാഴയില പോലെ തോന്നും. അതുകൊണ്ടാണ് നമ്മൾ പൂച്ചെടി വാഴ എന്ന് തന്നെ പറയുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഇതിനിങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ നോക്ക്, ഇതിന്ന് വന്നിട്ട് ഇതിൻ്റെ നടുവിൽ നിന്നും ഇലേൻ്റെ നടുവിൽ നിന്നും ഇങ്ങനെ ചാടി താഴേക്ക് വന്നിട്ടുണ്ടല്ലേ, ഇങ്ങനെ തൂങ്ങി റെഡ് കളറിൽ നല്ല രസം. ഇപ്പൊ എന്താ പറയാ, തത്തമ്മേന്റെ കൊക്ക് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ പറ്റി. അപ്പൊ അത് കറുത്തവരുടെ ഈ ഉറുമ്പുകൾ ധാരാളം ഉണ്ട്. ഇപ്പൊ എവിടെ നോക്കിയാലും ഇവന്മാരെ കാണുന്നുള്ളൂ. സാധാരണ നിസറുകളായിരുന്നു, അവർക്ക് പകരം ഇപ്പൊ ഈ കറുത്ത ഉറുമ്പുകളാണ് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞില്ലേ, ഇതുണ്ട് ഇതിന്റെ നടുവിൽ നിന്ന് ഇങ്ങനെ ഇതുണ്ട്. ഇതിന്റെ നടുവിൽ ഇതാ ഗൈസ് ഇവിടെ ഒടിഞ്ഞു പോയി. ഇതുണ്ടോ, ഈ ഇല ഒടിഞ്ഞിട്ടുണ്ട് ഉണ്ടോ, ഇതാണ് ഇതിന്റെ ഇല. അപ്പോൾ ഉണ്ടല്ലേ, ഇതിൻ്റെ നടുവിൽ നിന്ന് ഇങ്ങനെയാണ് ചാഞ്ഞു വന്നേക്കുന്നത്. ഇതിൻ്റെ വേറൊരെണ്ണമുണ്ട്, ആ മുകളിലുണ്ട്. അതെങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കും, പക്ഷേ ഈ പൂവ് ഉണ്ടാകുന്ന മുകളിലേക്കാണ്. അങ്ങനെ 2 സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഗാർഡനിങ്ങിനൊക്കെ അടിപൊളിയായിട്ട് പറ്റിയ ഒരു അടിപൊളി ചെടിയാണ്. കാരണം ഈ പൂവ് ഭയങ്കര ഹൈലൈറ്റ് ആണ്, കണ്ടില്ലേ? നല്ല റെഡും ഗ്രീനും യെല്ലോയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള അടിപൊളി കളറാണ് നമ്മുടെ ഈ ഫ്ലവറിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിങ്ങനെ വീഴാനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കണത് ഇതിനകത്ത് അല്ലേ അവരെ. അപ്പോൾ ഇത് കിഴങ്ങിലാണ് ഈ ചെടി ആക്ച്വലി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ധാരാളത്തിന് ഈ ചെടികളുണ്ട്. ഇത് കണ്ടോ, പുതിയതായിട്ട് ഇവിടുന്ന് മുളച്ച് വരുന്നുണ്ട് കണ്ടോ. ഇതാണോ മറ്റേ ശരിക്കും സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത കാഴ്ചനെ കണ്ടില്ലെങ്കിൽ ഇതുണ്ടോ. അപ്പോൾ ഇതിൻ്റെ അടിക്ക് ഇതിൻ്റെ കിഴങ്ങൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്കിത് ഇതേപോലെ പറിച്ചോണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ വഴിയിൽ 2 സൈഡ് നടുമ്പോൾ സൂപ്പർ ഡ്യൂപ്പർ കൂലായിരിക്കും. അപ്പോൾ കേട്ടോ, ഇത് ധാരാളത്തിന് ഇവിടെയൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടി ഇഷ്ടം പോലെ ഈ പൂച്ചെടി വാഴ ഇഷ്ടം പോലെ നിൽക്കുന്നത്. നമ്മൾ തന്നെ പൂച്ചെടി വാഴ എന്നാണ് കേട്ടോ പറയുന്നത്. എന്തായാലും ഇത് കാണാൻ അതിമനോഹരമാണ്. അപ്പോൾ ഇതിവിടെ ഒരു കാട് പോലെ ആയിട്ട് നിറച്ച്, ഇതൊന്നും അല്ലായിരുന്നു, ഇതിനപ്പുറം ഉണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്നു. ഇത് കുറേയൊക്കെ ഉണ്ടല്ലേ, കോലും അതും ഇതൊക്കെ വീണിട്ട് പോയി, ചീത്തയായിപ്പോയി. അപ്പം നിങ്ങൾക്ക് ഈ ചെടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് പറയാൻ മറക്കരുത് കേട്ടോ, എന്തായാലും പറയണം. അപ്പോൾ അത് നിസറല്ലേ, ഈ ഉറുമ്പുകൾ എൻ്റെ മേത്തൊക്കെ കയറുന്നുണ്ട്. ഇത് കടിക്കില്ല, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അല്ലേ പറ്റി. കടിക്കാത്ത നല്ല കുട്ടന്മാരാണ്, അതുകൊണ്ട് അവർ ഇതിനകത്ത് ഇരിക്കട്ടെ. അതിനകത്ത് തേനൊക്കെ വരും കേട്ടോ. ഒരു ടൈപ്പ് ഒരു പച്ച പോലത്തെ ഒരു വാഴക്കേൻ്റെ പോലത്തെ ഒരു തരത്തിലുള്ള ഒരു ടൈപ്പ് ഒരു മണമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.